ഹലോ ഗൈസ്, ഇന്നലത്തെ വീഡിയോയിൽ അവിടെ വന്ന് വീണത് ഇട്ടിരുന്നു. അതിനുശേഷം ഞാൻ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു. ഇന്ന് നമ്മൾ അതുവഴിയാണ് പോകുന്നത്. ഇന്നലെ വീണെടുത്ത് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ആ സ്കൂള് വീട് പോലത്തെ അവിടെ നിൽക്കുമായിരുന്നെന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. വീണ്ടും വണ്ടിയൊക്കെ കൊണ്ടുവന്നു ഗൈസ്. കിടക്കുന്നു നമ്മുടെ വണ്ടി. സൈഡിൽ ഒതുക്കിയാണ് ഇട്ടിരിക്കുന്നത് ഗൈസ്. വണ്ടി ഉണ്ടോ ഗൈസ്? ഓക്കെ, നമുക്ക് വഴി നോക്കിയൊക്കെ പോവാം. ഓക്കെ, നമ്മൾ സൈഡ് നല്ല ചേർത്താണ് ഇട്ടിരിക്കുന്ന ലിപ്പിൻ്റെ നോക്കൂ ഗൈസ്. സൈഡ് അങ്ങോട്ട് പോവാനായിട്ട് പെട്ടു പോകും. ആദ്യം നമുക്ക് വണ്ടി ഓണാക്കാം. ബസ്സിൻ്റെ ലുക്ക്, ഈ ലിപ്പുള്ളതുകൊണ്ടാണ് ബസ്സിൻ്റെ ലുക്ക്. ടോപ്പ് ലൈറ്റ്. ഓക്കെ, നമുക്ക് ഈ ബോണത്തിൻ്റെ അവിടെയുള്ള ഗ്രില്ലൊക്കെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ പറയാൻ മറന്നു, ഈ ബസ്സിന് വോക്കലൊക്കെ ഉണ്ട്. നോക്കൂ ഗൈസ്, ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ഇരിക്കുന്നു പതുക്കെ. കണ്ടുപിടിക്കാൻ ഇത് പാടാണ്. സോണിക്കിൻ്റെ സോളോക്സ്, ഏത് കമ്പനിയാണെന്ന് അറിഞ്ഞൂടാ. എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നാളെ ഇറക്കാൻ പോണേൽ കിടിലം വോക്കലായിരിക്കും ഗൈസ്. അത്യാവശ്യം നല്ല വോക്കലായിരിക്കും. ഓക്കെ, ലൈറ്റൊക്കെ ഇട്ട് പോകാം ഗൈസ്. ഓണാക്കി പോന്ന്. അയ്യോ, ബാക്ക് പോപ്പോ. ഓക്കെ, വണ്ടി എടുത്തോണ്ട് പോവാം. സൗണ്ട് കുറയ്ക്കാൻ മറന്നു ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, നമുക്ക് പോവാം ഗൈസ്. ഞാൻ കാക്കലിൻ്റെ വീഡിയോ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം ഗൈസ്. അടുത്ത വീഡിയോ ഞാൻ കാക്കലായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബസ്സാണെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ അത് കൊള്ളായിരുന്നു. അതിൻ്റെ വീഡിയോ അടുത്തതായിട്ടാണ്. വെള്ളം തന്നെയില്ലേ? ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വരും. അതാ പറഞ്ഞു, കുഴപ്പമില്ല, നോക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം ഗൈസ്. കുഴപ്പമില്ല, നമ്മൾ ജയിച്ചു ഗൈസ്. മഴയൊക്കെ മാറി. അടുത്ത് എപ്പോൾ പേമാരി വരുമെന്നാണ് ഇവിടെ. അടുത്ത് നമുക്ക് സ്പീഡിൽ പോകാം ഗൈസ്. ഇനി അടുത്ത വട്ടം ഞാൻ കേരള ട്രാഫിക് മോഡൊക്കെ ഡൗൺലോഡ് ചെയ്യും. ശ്രമിക്കാം. അതിനു മുമ്പ് ഏപ്രിൽ അപ്ഡേഷൻ ഉണ്ടല്ലോ 4.5, അത് നോക്കിയിട്ടാണ് കേരള ട്രാഫിക് മോഡ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇനി ബസ് സിമുലേറ്റർ ഇന്ത്യ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല, ചെറിയ ലാഗൊക്കെ ആയതുകൊണ്ട്. അതിനോട് ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഹൈ റേഞ്ച് റൂട്ട് കിട്ടി ഗൈസ്. നമുക്കിവിടെ നിന്ന് രണ്ടു കൊടുക്കാം.
തുടങ്ങാം. എഡിറ്റ് ചെയ്യാം. ഒരു എൻട്രി നെക്സ്റ്റ് കണ്ണ് ചുമ്മാ. ഓക്കെ, ഇവിടെ നിന്ന് നേരത്തെ ഇതുവഴി തന്നെയാണ് വരുന്നത്. ചില പണിയാണ്. ഇപ്പോൾ കണ്ടകശനി തുടങ്ങി ഗൈസ്. കണ്ടകശനി കൊണ്ടേ പോവൂ. സൗണ്ട് കേൾക്കുന്നില്ല പോലെ. കേൾക്കുന്നുണ്ട് ഗൈസ്. ഇനി ഉണ്ട് ഗൈസ്. നമുക്ക് മൂന്നാമത്തെ ഗിയർ കയറാൻ നോക്കിയാലോ. കുറഞ്ഞു തുടങ്ങി. ഇത് ഫുള്ള് കയറും ഗൈസ്. ഇതുവഴി ഒരു വണ്ടി പോകും. അല്ല, വൺ വേ പോലെയാണ്. ഓപ്പോസിറ്റ് വണ്ടി വരില്ല ഗൈസ്. അതുകൊണ്ട് ആശ്വസിക്കാം. നമുക്ക് വീണ്ടും രണ്ടാമത്തെ ഗിയർ ഇടേണ്ടി വന്നു. തയ്യാറിയാണ്. കണ്ടോ ഗൈസ്, ഇതാണ് ഹൈ റേഞ്ച്. രണ്ടാമത്തെ ഗിയറിൽ പാടായിട്ട് ഉണ്ടല്ലോ. എനിക്ക് ആകെ തുടങ്ങും. നിര തേരിയാണ് ഗൈസ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഗിയറിലും പോകാൻ പാട്. അന്നൊരു ദിവസം വന്നപ്പം ഫുള്ള് കയറി പെടുകയും ചെയ്തു. ഒന്നാമത്തെ ഗിയർ. അയ്യോ, ഞാൻ മൂന്നാമത്തെ ഗിയറിലാണ് വന്നുകൊണ്ടിരുന്നത്. കയറ് വണ്ടി കയറ്. എന്താ പറ്റിയത്? വണ്ടി ബാക്കിലേക്കാണ് ഗൈസ് പോകുന്നത്. കയറി. നമുക്ക് ശകലം ബാക്ക് എടുത്തോണ്ട് വരാൻ ഗൈസ്. പാടാണ് ഗൈസ്. എന്താ പോണ്. ഒന്നാമത്തെ ഗിയർ ഇപ്പം ആക്കാം. കേറണേ ഭഗവാനെ, ശിവനെ കാത്തോളണേ. കേറി ഗൈസ്, കേറി. ഒന്നാമത്തെ ഗിയർ കയറി. അടുത്ത് രണ്ടാമത്തെ ഗിയർ ടെസ്റ്റ് ചെയ്യാം. നല്ല വളം. കിടിലം വണ്ടി. എങ്ങനെയുണ്ട് ഗൈസ് ഈ റോഡ്? പാക്സ് ഗെയിമിങ് നല്ലതായി. പസിൽ ഗെയിമിങ്. ഞാൻ പാക്സ് ഗെയിമിങ് എന്നാണ് പറയുന്നത് ഗൈസ്. പസിൽ ഗെയിമിങ് പാക്സ് ഗെയിമിങ് എന്തോന്നോ ഗെയിമിങ് ആണ്. ഞാൻ പാക്സ് ഗെയിമിങ് എന്നാണ് പറയുന്നത്. എൻ്റെ വായിൽ അതാണ് വരുന്നത് ഗൈസ്. പസിൽ അങ്ങനെ എന്തോ ആണ്. നന്നായിട്ട് മാപ്പ് മോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഗിയറിൽ തന്നെ. ഓക്കെ, അയ്യോ
പെട്ട് ഇല്ല ജയിച്ച് തീരാറായി ഗൈസ് ഈ ഹൈ റേഞ്ച്. ശിവനെ പെട്ട് നമുക്കിനി മൂന്നാമത്തെ ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അയ്യോ ഓപ്പോസിറ്റ് വണ്ടി വരാത്തത് ഭാഗ്യം. നമ്മളെ ബാക്കിലായിരിക്കും കുമിഞ്ഞു മൂടി കിടക്കണ വണ്ടി. കുമിഞ്ഞല്ല അത്യാവശ്യം വണ്ടിയാണ്. അവിടെ നിന്നെല്ലാം വന്ന് ഇപ്പോൾ ചരിഞ്ഞാണ്. നേരത്തെ ചരിഞ്ഞതുപോലെ ഒരിക്കലും ചരിയൂല. അതൊരുമാതിരി ചീത്തയിപ്പോയി. ഇതുവഴിയൊക്കെ KSRTC കൊണ്ടുവന്ന് ആലോചിച്ചു ഗൈസ്. മണ്ണാണോ അതോ എന്തെങ്കിലും വേറെ കുഴി? മഞ്ഞ് തന്നെ തോന്നുന്നത്. കൊക്കയാണ് ഗൈസ് ഇത്. എന്ത് കൊക്ക, വലിയ കൊക്ക. ഇത് താനാണ്. നമ്മളെ വണ്ടി നോക്കൂ ഗൈസ്. നീമ്പോളൊക്കെ അപ്പോൾ അങ്ങോട്ട് പോകും ഗൈസ്. ഇപ്പോൾ നല്ല ചെറുതായിപ്പോയി ഗൈസ്. ഹൈ റേഞ്ച് കയറാനല്ല. നോക്കൂ ഗൈസ്. വണ്ടിയുടെ ഓവറിലൊക്കെ ഒരു ഫോട്ടോ എടുത്തു. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങോട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇനി നോക്കാം. ഇപ്പം ഫോട്ടോ ക്ലിയർ കാണാൻ സാധിക്കുന്നു. ലുക്കാണ് ഗൈസ്. അപ്പം നമുക്ക് ബസ്സിൻ്റെ അടുത്തേക്ക് പോവാം. വണ്ടി കയറും ഗൈസ്. നമ്മുടെ ZS BS6 ആണ് ഗൈസ്. ഡീസൽ കുറവാണ് ഗൈസ്. 30 ലിറ്ററേ ഉള്ളൂ. എവിടെ നിന്നെങ്കിലും ഡീസൽ അടിക്കണം. പണി കിട്ടും. ഫുൾ ഡീസൽ അടിച്ചതായിരുന്നു. പിന്നെ പോയി തീർന്നിട്ട് ഫുൾ ടാങ്ക് അടിച്ച് 110. ഹസാർഡ് ലൈറ്റൊക്കെ ഒന്ന് ഇട്ടാക്കാം. ആവശ്യം വരും. നമ്മളിവിടെ ദൈവത്തിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. ഫുള്ള് ഗ്രാഫിക്സ് ആണ്. അകത്തായാലും വെളിയിലായാലും. നമുക്ക് രണ്ടാമത്തെ ഗിയർ മാറ്റാം. ശബ്ദം ഇറിറ്റേറ്റ് ആവുന്നു ഗൈസ്. അതാണ് പാട്ടിട്ട കോപ്പി റൈറ്റ്. എത്തിയത് ഗൈസ്. നമ്മൾ ആ ഹൈ റേഞ്ച് തീരാറാവുന്നു. ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ആകുമ്പം ഇപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും ഗൈസ്. പാർട്ട് 2 ഇപ്പം തീർക്കും. തട്ടി ഇടിച്ച് വണ്ടിക്കെല്ലാം പറ്റുമോ? ക്യാമറ കിട്ടിയിട്ടെല്ലാം നിൽക്കട്ടെ വണ്ടി. വണ്ടി പതുക്കെ പോകാനാണ് ഗൈസ്. ഡാൻസൊന്നും കഴിയുന്നു. നമുക്കിപ്പോൾ പോവാം.
ഇറക്കം തുടങ്ങി ചാവാൻ. അത്യാവശ്യം കിടിലം നല്ല പുള്ളിങ്ങുള്ള ബസ്സാണ്. ലൈലാൻഡ് BSC ഷഡാസ്ത്ര 49 സീറ്റാണോ 45ആണെന്ന് തോന്നുന്നു. ഇത് അടുത്തിറക്കുന്ന 49 സീറ്റാണ് ഗൈസ്. ബസ് ചരിഞ്ഞാണ് നോക്കാം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റ് പിടിച്ചാൽ പോലും നിൽക്കില്ല. ഹാൻഡ് കാറ്റിട്ട് നമുക്ക് അപ്പോഴത്തെ വണ്ടി വേണം. ലുക്കാണ് ജാതി ലുക്ക്. വണ്ടിയായിരുന്നു നമ്മളെ വണ്ടി ഇടിച്ചത്. നമുക്കിനി പറക്കാം. ശരം നേരെ ഇനി ക്യാബിൻ വൈബ് ആസ്വദിക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് വൈൻഡപ്പ് ചെയ്യും ഗൈസ്. ഒരുപാട് വേണ്ട. സ്പീഡ് കൂടി പക്ഷെ അറിയണമില്ല സ്പീഡ് കൂടുതലാണെന്ന്. അയ്യോ എനിക്കറിയാം. അയ്യോ വണ്ടി ഇടിച്ചു. ചെറിയൊരു പണി കിട്ടിയതാണ് ഗൈസ്, ശ്രദ്ധിച്ചില്ല. വണ്ടി വന്നോന്നൊരു സംശയം. കണ്ണുണ്ടെങ്കിൽ പെട്ട്. ഞാൻ ഇവിടെ വാർത്തയ്ക്ക് റോങ് സൈഡ് കയറിയാണ് പറഞ്ഞത്. എന്നാൽ ഫുള്ള് കലിപ്പാവും. എവിടെയെങ്കിലും ഇടിച്ചാൽ എനിക്കേ പറ്റി ഒരു റോങ് സൈഡ് കയറിയതിന്. സൈഡ് കൊള്ളാം. ഈ വഴി പകർച്ചയുള്ളതുപോലെ നമ്മൾ വാങ്ങുന്ന വഴി കഴിഞ്ഞോന്നൊരു സംശയം. ഇവിടുന്നാണ് നമ്മൾ വളഞ്ഞ് ഹൈ റേഞ്ച് റൂട്ട് കയറിയത്. അപ്പം നമുക്കിവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്താണ്. അതുവരെ പോയി വയ്യ. കുറേ കിടക്കുന്നു. നമുക്കിവിടെ അപ്പുറത്തായിട്ട് ഒതുക്കാം. ബാക്ക് സൈഡ് താഴേക്ക്
സീറ്റാണ് ഗൈസ്. സീറ്റിൻ്റെ താഴെ ലൈറ്റൊക്കെ വെച്ച് ഫാമിലി വർക്കുള്ള ഫുൾ വർക്കാണ് ഇതിൽ. ഓക്കെ, ഇതിൽ അടുത്തതായിട്ട് ഇതാണ് ബാക്കി നോക്കുമ്പോൾ തൂക്ക് ലൈറ്റായാലും എല്ലാം വെച്ചിട്ട് ഫുൾ വർക്ക്, TV എല്ലാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അടുത്തതായിട്ട് ഒരു കിടിലം കിടുക്കാച്ച് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.